പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉമ്മർ കുട്ടേരി. പ്രധാന വാർത്തകൾ. ആലക്കാട് പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച ആലക്കാട് കിസ്സക്കൂട്ടം സീസൺ 5 അബുദാബി അൽ റഹ്മ പാർക്കിൽ ആരംഭിച്ചു. സീനിയർ പ്രവാസി റൌഫാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി അസീം പാലപ്പുഴ. ആലക്കാടിന്റെ അടുത്ത പ്രദേശങ്ങളായ പാണപ്പുഴ, ഫാറൂഖ് നഗർ, ഏരിയം, തെന്നം എന്നീ പ്രദേശങ്ങളിലുള്ളവർ ഒഴുകിയെത്തി. വാർത്തകൾ വിശദമായി. ഡിസംബർ 1 UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്താറുള്ള കിസ്സക്കൂട്ടം ഇത്തവണ അബുദാബി അൽ റഹ്മ പാർക്കിലാണ് സംഘടിപ്പിച്ചത്. റബീഹ് മാഷ്, ആലിക്കുഞ്ഞി സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കലാകായിക മത്സരങ്ങളാണ് പരിപാടിയിൽ സംഘടിപ്പിച്ചത്. സ്ത്രീകളുടെ കസേരകളി, കമ്പവലി, കുട്ടികളുടെ കസേരകളി എന്നിവ നടന്നു. UAEയിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ മെഹ്ഫിൽ അബുദാബി ടീമിന്റെ മുട്ടിപ്പാട്ട് പരിപാടിക്ക് പുതിയ താളം നൽകി. റഫീഖ് പാലക്കോടൻ, ഉന്നൈസ്, അഷറഫ് പാലക്കോടൻ, ഇക്ബാൽ പാണപ്പുഴ എന്നിവർ സൽക്കാരത്തിന്റെ പെരുമഴ തീർത്തുകൊണ്ട് നെയ്ച്ചോർ, ബീഫ്, മട്ടൻ കറി വിളമ്പി തനിനാടൻ വിരുന്നൊരുക്കി. നാട്ടിലെ ഓർമ്മകൾ നൽകി പ്രവാസികൾക്ക് തട്ടുകടയൊരുക്കി ചായ, കല്ലുമ്മക്കായ, ലോട്ടക്കച്ച എന്നിവ വിതരണം ചെയ്തു. UAE ഗവൺമെന്റിന്റെ ഗോൾഡൻ വിസ പുരസ്കാരം നൽകി ആദരിച്ച ആലക്കാടിന്റെ സ്വന്തം ആലിക്കുഞ്ഞി സാഹിബ് നടത്തിയ മൈൻഡ് എംപവറിംഗ് ക്ലാസ് എല്ലാവർക്കും പുത്തൻ ഉണർവ് നൽകി. ആലക്കാടിന്റെ ആരോഗ്യ വിദഗ്ധൻ മഹമ്മൂദ് ഒഡേര നടത്തിയ പ്രവാസിയും ആരോഗ്യവും എന്ന ക്ലാസ് നാട്ടുകാർക്ക് പുതിയ അനുഭവമായി. വിവിധ എമിറേറ്റുകളിൽ നിന്ന് വന്നവർക്ക് സ്നേഹവിരുന്നൊരുക്കി സബാൻ ആലക്കാട്. പരിപാടിയിലേക്കുള്ള എല്ലാ സാധനങ്ങളും തന്റെ വാഹനത്തിൽ എത്തിച്ച അഷറഫ് പാലക്കോടൻ, റഫീഖ് പാലക്കോടൻ എന്നിവരെ സ്നേഹത്തോടെ നാട്ടുകാർ യാത്രയാക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരിയാരം ഡിവിഷനിൽ മത്സരിക്കുന്ന ജംഷീർ ആലക്കാട്, യുവത്വത്തിന്റെ പ്രതീകമായി കർമ്മ സ്ഥാനാർത്ഥി മുബഷിർ, നാടിന്റെ നന്മ തുടരാൻ 7ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മിസിരിയൻ നാസർ എന്നിവർക്കുള്ള ഇലക്ഷൻ പ്രചരണവും അൽ റഹ്മ പാർക്കിൽ നടന്നു. പരിപാടിയുടെ വിവിധ തലങ്ങൾ തങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് അയ്യൂബ്, അസ്ലം, ഹക്കീം എന്നിവർ ക്യാമറ ചലിപ്പിച്ചു. കിസ്സക്കൂട്ടത്തിൽ വനിതാ വിനിയോഗ പ്രവർത്തകരുടെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെ. ഭക്ഷണം പാകം ചെയ്യുന്നതിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിലും അവർ ഒത്തുചേർന്നു. അതിരാവിലെ തന്നെ മുട്ട, പഴം പുഴുങ്ങിയത് എന്നീ ആരോഗ്യകരമായ ഭക്ഷണം സംഘാടകർ ഒരുക്കി. കമ്പവലിയുടെ കോച്ചുമാനായ ജാബിർ അബ്ദുല്ലത്ത്, ബഷീർ പാലക്കോടൻ എന്നിവർക്ക് തൊണ്ടക്കീറിയതിനാൽ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ക്ഷീണത്തിൽ മയങ്ങിയ മധ്യവയസ്കർ ഏഴോത്ത് കൈപ്പാടുകളിൽ കാണുന്ന ഒരുതരം തവളകളുടെ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു. ക്ഷീണം മാറ്റാൻ ഒരു വട്ടം യുവാക്കൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയും പലരെയും എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നതും കാണാനിടയായി. കാലാവസ്ഥ. ആകാശം പൊതുവെ മേഘാവൃതമാണ്. അബുദാബി 26 ഡിഗ്രി, ദുബൈ 27, അജ്മാൻ 28. വാർത്തകൾ അവസാനിക്കുന്നു.